തമിഴ്നാട്ടിലെ ധർമ്മപുരി ജില്ലയിൽ കാവേരി നദിയിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് ഹൊഗനക്കൽ വെള്ളച്ചാട്ടം. ദക്ഷിണേന്ത്യയുടെ നയാഗ്ര എന്നറിയപ്പെടുന്ന ഈ സ്ഥലം സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഒരു വിനോദ കേന്ദ്രമാണ്. ഇവിടെ കുട്ടവഞ്ചി സവാരിയാണ് ഇവിടുത്തെ പ്രധാന ഐറ്റം. ഈ കുട്ടവഞ്ചിയിൽ കയറിയിട്ടാണ് നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കൊക്കെ പോകുന്നത്. ഒരു കുട്ടവഞ്ചിക്ക് ഒരു കുട്ടവഞ്ചിയിൽ 4 പേർ കയറാം. ഒരു കുട്ടവഞ്ചിയുടെ റേറ്റ് എന്ന് പറയുന്നത് 1500 രൂപയാണ്. ആദ്യത്തെ ഒരു കുട്ടവഞ്ചിയാണിത്. അത് കടന്ന് ഒരു കരയിലോട്ട് കയറണം നമ്മൾ. ആ കരയിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്തിട്ടാണ് യഥാർത്ഥ സഫാരി ആരംഭിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിൽ ഞങ്ങളിവിടെ വന്നായിരുന്നു. കൊല്ലി ഹിൽസ് ഏർക്കാട് ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഹൊഗനക്കലും ഉണ്ടായിരുന്നു. അന്ന് വന്നപ്പോൾ ഇതൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. അന്ന് നല്ല മഴ പെയ്ത സമയത്ത് മേട്ടൂർ ഡാമൊക്കെ തുറന്നു വിട്ടത് കൊണ്ട് ഇവിടെ നിറയെ വെള്ളമായിരുന്നു. അത് കാരണം ബോട്ടിംഗ് ഒക്കെ അന്ന് റദ്ദ് ചെയ്തിരിക്കുകയായിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് ബോട്ടിങ് നടത്താൻ പറ്റിയില്ല. അപ്പം വീണ്ടും ആ ബോട്ടിങ് ആസ്വദിക്കാനായിട്ട് രണ്ടാമത്തെ ട്രിപ്പ് വരികയാണ്. ഇത് ജനുവരി മാസമാണ് 2026. ഞങ്ങളൊരു 6 പേരാണ് ഈ ട്രിപ്പിൽ ഉള്ളത്. ഇപ്പോൾ 2 കുട്ടവഞ്ചിയാണ് ഞങ്ങളിവിടെ പിടിച്ചിരിക്കുന്നത്. രണ്ട് കുട്ടവഞ്ചിയിലായിട്ടാണ് ഞങ്ങളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ധർമ്മപുരിക്ക് അടുത്തുള്ളൊരു സ്ഥലമാണ്. ഞങ്ങൾ വന്നത് കൊല്ലത്ത് നിന്ന് നേരെ ധർമ്മപുരിക്ക് ട്രെയിനില്ലായിരുന്നു. കണ്ണൂരിൽ നിന്ന് വരുന്ന ഒരു യശ്വന്തപൂർ എക്സ്പ്രസ് ട്രെയിനുണ്ട്. ആ ട്രെയിനിൽ കയറി ഞങ്ങൾ പാലക്കാട് എന്നിട്ട് ആ ട്രെയിനിൽ കയറി. ഞങ്ങളെ കൂട്ടുള്ള ബാക്കി കണ്ണൂരുകാരെല്ലാം അവിടെ നിന്ന് ഈ ട്രെയിനിൽ വന്നു. ഞങ്ങൾ ധർമ്മപുരിയിൽ ഇറങ്ങി. രാവിലെ ഏർലി മോർണിംഗ് ധർമ്മപുരി എത്തി. ധർമ്മപുരിയിലൊരു തൊട്ട് റെയിൽവേ സ്റ്റേഷൻ തൊട്ട് മുമ്പിലൊക്കെ തന്നെ ലോഡ്ജസ് ഒക്കെ ഉണ്ട്. അതിലൊരു ലോഡ്ജ് റൂം എടുത്ത് 3 റൂം എടുത്ത് ഞങ്ങൾ ഫ്രഷൊക്കെ ആയിട്ട് അതിരാവിലെ തന്നെ ഞങ്ങൾ ധർമ്മപുരി റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് അവിടെ നിന്നൊരു ബസ് കയറിയിട്ടാണ് ഇവിടെ വന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു നയാഗ്ര വാട്ടർഫാൾസിൻ്റെ ഏകദേശം ഒരു ലുക്ക് കിട്ടും. അതാണ് ദക്ഷിണേന്ത്യയിലെ നയാഗ്ര വാട്ടർഫാൾസ് എന്ന് ഇത് അറിയപ്പെടുന്നത്. ഈ ഹൊഗനക്കലിന് ആ പേര് വരാൻ കാരണമുണ്ട്. ഈ കന്നഡ ഭാഷയിൽ ഹൊഗെ എന്ന് പറഞ്ഞാൽ പുകയെന്നാണ്, കല്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്ല് തന്നെ. ഈ 2 വാക്കുകളിൽ നിന്നാണ് ഹൊഗനക്കൽ എന്ന പേര് വന്നത്. അതായത് ഈ വെള്ളച്ചാട്ടം ഈ പാറയിൽ വന്ന് പതിച്ചുമ്പോൾ ഒരു പുക ഉയർന്ന കണക്കാണ് തോന്നുന്നത്. ആ വെള്ളം ഇങ്ങനെ തെറിച്ചു പോകുമ്പോഴത്തേക്ക്. അപ്പോൾ പുകയുന്ന പാറകൾ എന്നർത്ഥം വരുന്ന ഹൊഗനക്കൽ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇത് 3 കാര്യങ്ങൾക്കാണ് ഇവിടെ പ്രശസ്തം. ഒന്ന് കുട്ടവഞ്ചി സവാരി, അതിപ്പോൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പുഴയിൽ നിന്ന് പിടിക്കുന്ന മീനുകൾ, വലിയ മീനുകളാണ്. ആ മീനുകൾ ഇവിടുത്തെ ആൾക്കാർ നമുക്ക് പൊരിച്ചും കറി വെച്ചും ഒക്കെ തരും. അതിൻ്റെ കൂട്ടത്തിൽ അവർ ചോറും കറിയൊക്കെ തരും. അതാണ് ഇവിടുത്തെ പ്രധാന ഐറ്റം, രണ്ടാമത്തെ ഐറ്റം. ഒന്നാമത്തെ കുട്ടവഞ്ചി സവാരി എന്ന് പറഞ്ഞു. മൂന്നാമത്തത് ഔഷധ സ്നാനമാണ്. ഈ കാവേരി നദി പല കാടുകളിലൂടെയൊക്കെ ഒഴുകി വരുന്ന ഔഷധ ചെടികളിലൊക്കെ തട്ടിയും തലോടിയൊക്കെ ഒഴുകി വരുമ്പോഴത്തേക്ക് ഔഷധ ഗുണമുണ്ടെന്നാണ് ആൾക്കാർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ കുളി പ്രധാനമാണ്. പിന്നെ എണ്ണ മസാജുണ്ട്. അത് നമ്മൾ വരുന്ന വഴിക്കൊക്കെ കണ്ടായിരുന്നു. നല്ല തടിമാരെയൊക്കെ നല്ല മാലിസ് എടുക്കുന്നത്, എന്നിട്ട് എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ചെടുക്കും. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ഐറ്റംസ് എന്ന് പറയുന്നത്. ഇവിടെ ഈ സിനിമാക്കാരുടെ ഒരു ഇഷ്ട സ്ഥലമാണിത്. കുറേയേറെ സിനിമകൾ ഇവിടെ വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ട്. അതിലൊന്ന് നമുക്ക് എല്ലാം സുപ്രസിദ്ധമായ നരൻ എന്ന ചിത്രമാണ്, മോഹൻലാലിൻ്റെ. അത് ചിത്രീകരിച്ചിരിക്കുന്നത് ഹൊഗനക്കൽ വെച്ചിട്ടാണ്. അതുപോലെ റോജയിലെ ഒരു പാട്ട് രംഗം, ചിന്ന ചിന്ന ആശയം എന്നുള്ള പാട്ട് രംഗം, അതൊക്കെയാണ്, ആ പാട്ടൊക്കെയാണ് ഈ ഹൊഗനക്കലിനെ ലോകപ്രശസ്തമാക്കി മാറ്റിയത്, ഇന്ത്യ മുഴുവൻ പ്രശസ്തമാക്കി മാറ്റിയത്. പിന്നെ രാവണൻ എന്ന സിനിമയിൽ പൃഥ്വിരാജും ഒക്കെ അഭിനയിക്കുന്ന രംഗങ്ങളൊക്കെ, പൃഥ്വിരാജും വിക്രമൊക്കെ ഇവരൊന്നിച്ചുള്ള പല രംഗങ്ങളും ഷൂട്ട് ചെയ്തേക്കുന്ന ഈ സ്ഥലത്ത് വെച്ചിട്ടാണ്. പിന്നെ വളരെ നാളുകൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്ത അഥർവം എന്ന സിനിമയുണ്ട്, മമ്മൂട്ടി നായകനായിട്ട് അഭിനയിച്ച. ആ അഥർവം ഷൂട്ട് ചെയ്തിരിക്കുന്നതും ഈ സ്ഥലത്ത് വെച്ചിട്ടാണ്. അതായത് പുഴയോടത്ത് പൂന്തോണി എത്തുന്നൊരു പാട്ടൊക്കെ ഉണ്ട്, സിൽക്ക് സ്മിതയുടെ. അതൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഒരു മണൽപ്പരപ്പുണ്ട്. ആ മണൽപ്പരപ്പ് വെച്ചിട്ടാണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ആ മണൽപ്പരപ്പിലോട്ടൊക്കെ നമ്മൾ പോകും. ഇത് കർണാടക തമിഴ്നാട് അതിർത്തിയിലാണ് ഇത് കിടക്കുന്നത്. ഈ പാറക്കൂട്ടങ്ങൾ കണ്ടല്ലേ, 2 സൈഡിലും പാറകളുണ്ട്. ഈ പാറകൾ
ഒരു സൈഡിലെ പാറ എന്ന് പറയുന്നത് കർണാടക സൈഡിലും രണ്ടാമത്തത് തമിഴ്നാട് സൈഡുമാണ്. ഞങ്ങൾ വന്നത് തമിഴ്നാട് സൈഡിലാണ്. ധർമ്മപുരത്ത് വരുമ്പം തമിഴ്നാട് സൈഡിലുള്ള ഭാഗത്ത് വരാനാണ് എളുപ്പം. അപ്പോൾ തമിഴ്നാട് സൈഡിൽ നിന്നാണ് ഞങ്ങൾ ഈ കുട്ടവഞ്ചിയൊക്കെ പിടിച്ചത്. ഈ കുട്ടവഞ്ചിയിൽ അവിടുത്തെ ഡ്രൈവർമാരുടെ ഡ്രസ്സ് നീല കളറാണ്. അപ്പം ഈ നീല കളറ് തമിഴ്നാട്ടിലുള്ളവരുടെയാണ്. അതിൻ്റെ അപ്പുറത്ത് കർണാടകക്കാരുടെ ഏരിയ ഉണ്ട്, അവിടുത്തെ കളറ് മഞ്ഞയാണ്. അത് നമുക്ക് കാണാം ചിലപ്പോൾ. നമ്മൾ ആ കർണാടക സൈഡിലോട്ട് നമ്മൾ പോകുന്നുണ്ട്. ഇത് കുട്ടവഞ്ചിയുടെ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് 1500 രൂപയാണ് ഇതിന്റെ റേറ്റ് എങ്കിലും ഇമാർ അവിടെ നമ്മൾ കയറി കഴിയുമ്പോൾ ഇമാർ പറയും ഞങ്ങൾ അത് കാണിക്കാം, ഇത് കാണിക്കാം, ബാക്കി ആരും കാണിക്കാത്ത സ്ഥലങ്ങൾ കാണിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ 1200 രൂപയും കൂടെ വാങ്ങിച്ചു. സ്ഥലങ്ങളൊക്കെ ഒന്ന് തന്നെ കാണുന്നത്, പക്ഷേ കുറച്ചും കൂടെ ഉള്ളിലോട്ട് പോകുന്നൊക്കെ പറഞ്ഞാണ്. അത് എല്ലാ ബോട്ടുകളും അങ്ങ് വരെയൊക്കെ വരും. പക്ഷേ ഇമാർ കുറെ കൂടെ സമയം നമുക്ക് കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അനുവദിച്ചു തരും. ഒരു 2-3 മണിക്കൂർ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യും. മറ്റേയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഈ ബോട്ട് യാത്ര അവസാനിക്കും. അത് നമ്മളെ ഇഷ്ടമാണ്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് കുളിക്കണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. കുളിക്കാനല്ലെങ്കിലും നമുക്ക് കുളിക്കാനൊക്കെ പറ്റും. നമ്മൾ ആ ബോട്ടിങ് തുടങ്ങിയ സ്ഥലത്തൊക്കെ നമുക്ക് കുളിക്കാനൊക്കെ സ്ഥലമുണ്ട്. ഇവിടെ ചെറിയ ഗുഹ കാണുന്നുണ്ട്, നാച്ചുറൽ കേവാണ്. ഞങ്ങളിതിൻ്റെ എൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാറ കാണുന്നത് കർണാടക സൈഡിലെ പാറക്കുട്ടങ്ങൾ. മണൽപ്പരപ്പിൽ വെച്ചാണ് അദർളം സിനിമയുടെ രംഗം ഷൂട്ട് ചെയ്ത സ്മിത ഒരു തോണിയൊക്കെ ആയിട്ട് വരുന്ന രംഗമുണ്ട്. അത് ഷൂട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടാണ്. നമ്മൾ സിനിമ കണ്ട് കഴിയുമ്പോൾ അത് അറിയാൻ പറ്റും. സിനിമ കണ്ട് നോക്കണം. ഇവിടെ കുളിക്കാൻ സൗകര്യമുണ്ട്. ആ സ്ഥലത്ത് ആ ഭാഗത്ത് നമുക്ക് കുളിക്കാൻ പറ്റും. ഇവിടെ ഒഴുക്കൊന്നുമില്ല. ഇത് മലയുടെ അടിവാരത്തിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്ന കർണാടക ഭാഗത്താണ്. ഇത് കർണാടക ഭാഗമാണ്. ഇവിടെയും ഒരു എൻട്രൻസ് ഉണ്ട്. ഈ കർണാടക ഭാഗത്തുനിന്ന് വരുന്നവര് ഇവിടെ എത്തും. ഇവിടെ നിന്ന് ഞങ്ങൾ എത്തിയ സ്ഥലത്ത് എത്തണമെങ്കിൽ 100 കിലോമീറ്റർ കണ്ട് സഞ്ചരിക്കണമെന്ന് റോഡ് മാർഗം. ഇവിടെ നിന്ന് ബോട്ട് സർവീസ് ഉണ്ട്. അത് ഇവിടുത്തെ ആൾക്കാരുടെ ബോട്ട് ഡ്രൈവർമാരുടെ ഡ്രസ്സ് മഞ്ഞ കളറാണ്. മഞ്ഞ കളർ ഡ്രസ്സാണ് ഉള്ളത്. ഇവിടെ ഒരു റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്, ചെറിയ തട്ടുകടാണൊക്കെ ഉള്ള. അവിടെ നമുക്ക് മീൻ പൊരിച്ച് തരും. ഞങ്ങൾ മീനിനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് പൊരിച്ചു തരാനായിട്ട്. അത് കാത്തിരിക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ.